ടർക്കി വിസ അപ്ലൈ ചെയ്യാനായിട്ട് ടർക്കി വിസ ഓൺലൈൻ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു വെബ്സൈറ്റുകൾ ഓപ്പൺ ആവും. അതിനകത്ത് റെഡ് ഐക്കണിൽ turkeyvisa.net എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. അതിനകത്ത് അപ്ലൈ എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് എഴുതിയിട്ട് കാണും. അത് വായിച്ചു നോക്കുക. എന്നിട്ട് അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് റെഡ് ഇതിൽ ഒരു ഐക്കൺ ഉണ്ട്. അതിനകത്ത് കയറുമ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു പേജ് വരും. അതിനകത്ത് ഡീറ്റെയിൽസ് അപ്ലൈ ചെയ്യുക. അതേപോലെ അത് കഴിഞ്ഞാൽ അതിനകത്ത് എക്സ്ട്രാ ആയിട്ട് നമുക്ക് സംശയം വരാനുള്ളത് സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് ആണ്. BRP അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ ഷെയർ കോഡാണ്, ഷെയർ കോഡ് ജനറേറ്റ് ചെയ്ത ആ നമ്പറാണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത്. അതുമാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാം നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അറൈവൽ ഡേറ്റും അതെല്ലാം കൺഫേം ആയിട്ട് ഉണ്ടാവണം. നമ്മുടെ മെയിൽ ID കറക്റ്റ് ആയിരിക്കണം, ഫോൺ നമ്പർ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് അതിലേക്കാണ് വിസ വരുന്നത്. പിന്നെ വേറെ നമ്മൾക്ക് ഇങ്ങനെ വിസ വരുന്നതിൻ്റെ കൂട്ടത്തിൽ ട്രാവൽ ഇൻഷുറൻസ് നീഡഡ് എന്ന് പറഞ്ഞാൽ വേറൊരു മെയിലും കൂടി വരും. അത് നമ്മൾ സെക്യൂരിറ്റിക്ക് എടുക്കുന്നതാണ് നല്ലത്. അത് സെപ്പറേറ്റ് ആയിട്ട് പേ ചെയ്യണമെന്ന് മാത്രം.